ബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി അവസാനിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിൽ അടക്കമുള്ള ബംഗാള്, അസം, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട 4 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ന്യൂസ് 18 സർവേ പ്രകാരം അവർ പറയുന്നത് LDFന് 58 മുതൽ 68 വരെ, മാക്സിമം 68, UDFന് 70 മുതൽ 80 വരെ, BJP അതായത് NDAക്ക് 0 മുതൽ 4 വരെ. ഇത് എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു വെക്കുകയാണ്. ഇത് ആരുടേതാണ്? ന്യൂസ് 18ന്റെ സർവേ ഫലമാണ്. എന്നാൽ പീപ്പിൾ പ്ലസിന്റെ സർവേ ഫലം എന്താണ്? അവർ പറയുന്നത് LDFന് 60 മുതൽ 65 വരെ, UDFന് 70 മുതൽ 75 വരെ, 3 മുതൽ 5 വരെ NDAക്ക്. ഇനി ടൈംസ് നോവിന്റെ ഫലം എന്താണ്? ടൈംസ് നോ പറയുന്നു 72 മുതൽ 84 വരെ UDFന്, 52 മുതൽ 61 വരെ LDFന്, NDAക്ക് 3 മുതൽ 7 വരെ. ഇതാണ് ടൈംസ് നോയുടെ. ഇനി ഈ കൂട്ടത്തിൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരു സർവേ ഫലം, അത് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന സർവേ ഫലമാണ്. അവർ മുൻകാലങ്ങളിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ളത്. കൂട്ടത്തിൽ കൊള്ളാവുന്നത് എന്ന് പറയാവുന്നത് ഇതാണ്. അവര് പറയുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം UDFന് 78 മുതൽ 90 വരെ, LDFന് 49 മുതൽ 62 വരെ, ഇനി NDAക്ക് 0 മുതൽ 3 വരെ. ഇതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇനി മറ്റൊരു എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. ഇപ്പൊ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരൊന്നും ചർച്ച ചെയ്യാത്ത ഒരു സർവേ ഉണ്ട്. അത് ആരുടെ സർവേ ആണെന്നറിയാമോ? അത് VD സതീശന്റെ സർവേ ആണ്. VD സതീശന്റെ സർവേ. ആ VD സതീശന്റെ സർവേ എന്താ? UDFന് 100+ എന്ന് പറയുന്ന മാർജിൻ. ഇനി മെയ് 4-ന് സംഭവിക്കാൻ പോകുന്നത് എന്താ? ഈ 100+ എന്ന് പറയുന്ന മാർജിൻ, അതിലുള്ള ഒരു ഫലമാണ് മെയ് 4-ന് വരാൻ പോകുന്നത്. ഇപ്പൊ എല്ലാ സർവേകളിലും പുറത്തു വന്ന 4 സർവേകൾ പ്രകാരവും UDF അധികാരത്തിലേക്ക് UDF ആണ് എന്നുള്ളതാണല്ലോ, അല്ലേ? ഒരൊറ്റ സർവേയിൽ പോലും കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നതിലേക്ക് LDF ഇല്ല, പിണറായി വിജയൻ ഇല്ല. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ 49 മുതൽ 62 വരെയാ, 70 ആണ്, 71 കേവല ഭൂരിപക്ഷം, അതിലേക്ക് എത്തില്ല. ഇനി ടൈംസ് നോ 52 മുതൽ 61 വരെ, അവിടെയും കേവല ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തില്ല. ഇനി പീപ്പിൾ പ്ലസിന്റെ അവിടെ മാത്രം 70 മുതൽ 75 വരെ ഒരു കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നതുണ്ട്. അത് UDFനാണ്. LDFന് 60 മുതൽ 65 വരെയാണ് പീപ്പിൾസ് പ്ലസിന്റെയും ഏത് എക്സിറ്റ് പോള്. ഇനി ന്യൂസ് 18-തോ അവർ പറയുന്നു LDFന് 58 മുതൽ 68 വരെ, മാക്സിമം 68 അവരും പറയുന്നത് പ്രകാരം ഒരു വിധത്തിലും LDFന് സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ പുറത്തു വന്ന ഒരു ഫലത്തിലും LDFന് സാധ്യതയില്ല. മറിച്ച് എല്ലാ 4 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു UDF അധികാരത്തിലേക്ക്. അപ്പൊ UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. പിന്നെ ഈ പറഞ്ഞ മാർജിൻ അത് ഇതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഫിഗർ ഇതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആ ഫിഗർ ഏറെക്കുറെ UDFന് കിട്ടാൻ പോകുന്ന വിജയത്തിന്റെ ഫിഗർ ഏറെക്കുറെ പറഞ്ഞിരിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്. ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ഫിഗർ എന്ന് പറയുന്നത് 78 മുതൽ 90 വരെ എന്ന് പറഞ്ഞാൽ, ഒരു സർവേ 78 മുതൽ 90 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 100+ എന്നുള്ളതാണ്. അത് 100+ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ ഈ തെരഞ്ഞെടുപ്പും സതീശൻ തൂക്കി, സർവേ ഫലങ്ങളും സതീശൻ തൂക്കി. ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ചർച്ച കൂടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അവരുടെ ഇതിലും സതീശൻ തൂക്കി. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ അർത്ഥത്തിലും UDF തൂക്കി എന്ന് പറഞ്ഞാൽ മെയ് 4-ന് നമ്മൾ കാണാൻ പോകുന്നത് കൃത്യമായിട്ടും സർവേ ഫലങ്ങൾ പ്രകാരം UDF വിജയിക്കും, UDF അധികാരത്തിലേക്ക്. അത് ശരിയാ.
പക്ഷേ ഈ ഫിഗർ എന്ന് പറയുന്നത് അത് വി ഡി സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗറാണ് നമ്മൾ മെയ് 4-ന് കാണാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഫിഗറുകളിൽ ഒക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ ടോട്ടലി എന്താണ്? അധികാരം UDF-ന് തന്നെയാണ്. അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പക്ഷെ ഫിഗർ എന്താണ്? ഫിഗർ ഈ പറയുന്ന ടൈംസ് നോവോ അല്ലെങ്കിൽ ന്യൂസ് 18-ഓ പീപ്പിൾ പ്ലസോ ആക്സിസ് മൈ ഇന്ത്യയോ ആര് പറഞ്ഞ ഫിഗറുമല്ല, മറിച്ച് സതീശൻ പറഞ്ഞ ഫിഗർ 100+ എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് UDF എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഉറപ്പായിട്ടും UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ പുറത്ത് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. LDF-ന് പിണറായി വിജയന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ജനം തീരുമാനിച്ചുറപ്പിച്ചത് അത് വളരെ ശക്തമായ പിണറായി വിജയനെതിരെ, പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു 2026 ഏപ്രിൽ 9-ന് നടന്നത് എന്നുള്ളത് മെയ് 4-ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമയത്തും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിനെ ചർച്ച ചെയ്യുമ്പോഴും സതീശന്റെ പ്രവചനം അവിടെ നിൽക്കുന്നുണ്ട്. 100+ എന്ന് പറയുന്നത് അതിനെ മുഖവിലക്കെടുക്കാത്തവര്, അതിൽ സംശയമുള്ളവര്, അതിനെ തള്ളിക്കളയുന്നവര്, ഇവരൊക്കെ മെയ് 4-ന് വൈകുന്നേരം അവരൊക്കെ ഇതൊക്കെ മാറ്റി പറയും എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് അവരത് മാറ്റി പറയേണ്ടി വരും. കാരണം 100+ എന്ന് പറയുന്ന ഫിഗറിൽ എത്തുമ്പോൾ അത് സതീശൻ പറഞ്ഞതാ. പിന്നെ സതീശൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും UDF-ന് അനുകൂലമായിട്ട് വന്ന 4 ഫലങ്ങളിലും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത്, ഒരു പ്രവചനം, ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പോലും ഈ പറയുന്ന മറ്റു LDF-നാവട്ടെ LDF-ന് യാതൊരു മുൻതൂക്കവും കൊടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഫലം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, UDF-ന്റെ വിജയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് 100+ എന്ന് പറയുന്ന ഫിഗറിൽ എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കരച്ചിലുകൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. AKG സെന്ററിൽ കൂട്ടനിലവിളി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അശരീരി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുമുണ്ട്. മാത്രവുമല്ല ചില വീരപ്പനും മൊട്ടയും ഒക്കെ ചേർന്ന് കരച്ചിലുകൾക്ക് ഇങ്ങനെ തേങ്ങി കരയുകയാണ്. മൂക്കൊലിപ്പിച്ച് കരയുന്നുണ്ട്. കരച്ചിലുകൾ കരയട്ടെ. മെയ് 4-ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊട്ടിക്കരയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് കരയാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 100+ എന്ന് പറയുമ്പോൾ UDF-ലെ ഈ പറയുന്ന ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, മറ്റുള്ളവർ ഒക്കെ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്ക് ഉറപ്പായിട്ടും കരുത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ് സതീശൻ്റെ വരവോടുകൂടി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഈ പറയുന്ന മാർജിനുകൾ, ഏത് ഇവരുടെ ഈ മാർജിനുകൾ ഉണ്ടല്ലോ, ഇവർ പറയുന്ന ഫിഗറുകൾ, ആ ഫിഗറുകളിലൊന്നും ഒരു വിശ്വാസമില്ല. പക്ഷേ എന്താണ് 4 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്? അധികാരത്തിലേക്ക് UDF ആണ് എന്നുള്ളതാണ്. LDF-ന് ഒരു എക്സിറ്റ് പോളിലും ഒരു സർവേയിലും എന്തില്ല, കേവല ഭൂരിപക്ഷം പോലും അവർക്ക് ലഭിക്കുന്നില്ല ഒരു സർവേയിലും. അതിനർത്ഥം എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതും ഈ മാർജിനൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. പക്ഷേ ഇതിനിടയിൽ ഇവരുടെ ചില അജണ്ടകളുണ്ട്, ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ന്യൂസ് 18 പോലെയുള്ള ഒരു ചാനൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ UDF-ന് കൂടുതൽ ഈ പറയുന്ന മെജോറിറ്റി കൊടുത്തത് കൊണ്ടൊന്നല്ല. ആക്സിസ് മൈ ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഏത് തെരഞ്ഞെടുപ്പ് സർവേകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ
വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സർവേ ഫലങ്ങൾ UDFന്റെ വിജയം ഉറപ്പിക്കുന്നുണ്ട് അല്ലേ? ആ വിജയം സുനിശ്ചിതമാണ്. പിന്നെ ഈ ഫിഗറുകൾ ഇതൊന്നുമല്ല. ഫിഗറുകൾ VD സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗറിലേക്കാണ് കാര്യങ്ങൾ പോകാൻ നിൽക്കുന്നത്. അവിടെ എത്തും. മെയ് 4-ന് നമ്മൾക്ക് നോക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എത്രയാണ് 100+ എന്ന് പറയുന്ന ഫിഗർ? 101, 102, 103, 105, 110 എന്ന് പറയുന്ന ആ ഫിഗർ എവിടെ വരെ എത്തി നിൽക്കും എന്നുള്ളതാണ് മെയ് 4-ന്റെ സായാഹ്നത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ ചർച്ചകളൊന്നുമില്ല. ഇതിപ്പോൾ ഇതിന് മുമ്പ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാ പാർട്ടികളും അവലോകനങ്ങൾ നടത്തി. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട 2 മുന്നണികളാണ്. ഒന്ന് UDF, ഒന്ന് LDF. ബാക്കിയുള്ളവരതൊന്നും നമ്മൾ കണക്കിലേ എടുക്കുന്നില്ല. അപ്പം ഈ ബാക്കിയുള്ളവരും ചർച്ചകളും അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഭരണം അത് ആർക്ക് എന്നുള്ളിടത്ത് 2 മുന്നണികൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 2 മുന്നണികളിലും ഭരണം UDFനാണ് എന്നുള്ളത് LDFന് പോലും ഉറപ്പുള്ളതാ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു അവലോകന യോഗം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് LDFന്റെ ഭാഗമായിട്ടുള്ള നിയമസഭയിൽ പിണറായി വിജയന്റെ ക്യാബിനറ്റിലെ 9 മന്ത്രിമാർ തോക്കുമെന്നാണ് പറഞ്ഞത്. 9 മന്ത്രിമാർ ഉറപ്പായിട്ടും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആളുകളാണ് 9. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മന്ത്രിമാരൊക്കെ തോക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൽ അംഗമായ ആളുകൾ പോലും തോക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അപ്പം അത് വൈകിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട്. കാരണം ഏറ്റവും ഒടുവിലായിട്ട് തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ ഇന്നലെ വൈകുന്നേരമാണ് തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചത്, പോളിംഗ് അവസാനിച്ചത്. അതുകൊണ്ട് 2ാം ഘട്ട പോളിംഗ് അവസാനിച്ചത് ഇന്നലെ വൈകുന്നേരം. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റേതിപ്പോൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമായിരുന്നു ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പെങ്കിൽ കേരളത്തിൽ ഏപ്രിൽ 9-ന് തന്നെ ആ പോളിംഗ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നേനെ. അത് വരാതിരുന്നത് ബാക്കിയുള്ളിടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ്. എന്തൊക്കെയാണെങ്കിലും വളരെ കൃത്യമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അജണ്ടകൾ പോലും ഉണ്ടായിട്ട് പോലും അവർ പറയുന്നത് അധികാരത്തിലേക്ക് UDF തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാൻഡ് എന്താണ്? അധികാരത്തിലേക്ക് UDF ആണ്. UDFന്റെ മാർജിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഗർ എന്ന് പറയുന്നത് സതീശൻ പറഞ്ഞ 100+ എന്നുള്ളതാണ്.